ഞാൻ ഈ കല്യാണ മുടക്കം എങ്ങനെയൊക്കെ നോക്കിയെന്നറിയോ? എന്തൊക്കെ ചെയ്തു ഞാൻ? എന്നിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായോ? അവസാനം അവളിനെ തന്നെ കിട്ടിയില്ലേ അവന്. എനിക്ക് നിന്റെ അനിയത്തിനെ കൊണ്ടുവരണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയലില്ലേ നിന്റെ അടുത്ത്? അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ഞാനേ വന്നു കുടുങ്ങി ഇവിടെ. നീ അവളിയും കൂടി കുഴിച്ചടിക്കാൻ എനിക്ക് ഭ്രാന്തൊന്നുമില്ല. നീ എന്താ ആലോചിക്കണ്? ഒന്നുമില്ല. അമ്മ പറഞ്ഞോ, ഞാൻ കേൾക്കണുണ്ട്. ആ, ഞാൻ ആ ചെക്കൻ്റെ അടുത്ത് എത്ര പറഞ്ഞോന്നറിയോ നമുക്ക് അവളിനെ കൂടി കൊണ്ടുവരാന്ന്. ചെക്കൻ പറഞ്ഞാൽ കേൾക്കണ്ടേ? അതിന് അവനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യമ്മ? ഓരോരുത്തർക്ക് ഭാര്യമാരിനെ കുറിച്ചിട്ട് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടായില്ലേ? അവന്റെ സങ്കല്പത്തിനുള്ള ആളായിരിക്കില്ലേ ചിലപ്പോ അവളെ. അതിനിപ്പോ അവൾക്ക് എന്താ ഒരു കുഴപ്പം? നല്ല ചന്തക്കാരിയല്ലേ? എന്നിട്ട് അവൻ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് നിൽക്കുന്നതോ ഓലോക സുന്ദരിനെയല്ലേ നോക്കാ കെട്ടിക്കൊണ്ട് നിൽക്കുന്നത്? കറുത്തിട്ടൊരു സാധനം. ഇതാപ്പ അവന്റെ സങ്കല്പത്തിലുള്ളത്. എന്നാൽ എങ്ങനെ പറ്റിയാണാവോ അവനക്ക് അവളിനെ? വല്ല കൈവശം കൊടുത്തിട്ടുണ്ടാവോയി. അല്ലാണ്ട് അവനക്ക് പറ്റാൻ ചാൻസ് ഇല്ല. നിങ്ങൾ മിണ്ടാണ്ടിരിക്കുമ്മ. ഇനി ഇതൊന്നും അവള് കേട്ടിട്ട് വരണ്ട. എനിക്ക് എന്റെ ദേഷ്യം തീരുന്നേ ഇല്ല. ധൈര്യത്തിക്കൊന്ന് പറഞ്ഞ് തീർക്കണ്ടേ? ആ നജുമേ, വാ ഇവിടെ വന്നിരിക്കി. എന്താ അത് രണ്ടാളും കൂടി കാര്യമായിട്ട് എന്തോ സംസാരിക്കണുണ്ടല്ലോ എന്നെ പറ്റിയിട്ടാ? അല്ലല്ല, ഉമ്മ അങ്ങനെ വെറുതെ എന്റെ വീട്ടിലത്തെ ഓരോ വിശേഷങ്ങൾ ചോദിക്കായിരുന്നേ. നീ അവിടെ തന്നെ നിക്കാണ്ട് ഈ സോഫയിൽ വന്ന് ഇരിക്കി. വേണ്ട താത്ത, ഞാൻ ഇവിടെ നിക്കാം. വീട് മാറി നിക്കണേൽ നിനക്ക് നല്ല ഇടങ്ങറുണ്ട് അല്ലേ? നിന്റെ മുഖത്ത് അറിയുന്നുണ്ട് അത്. എന്താ ഇത്ര ഇടങ്ങാറാകാനുള്ളത്? എല്ലാരും അങ്ങനെയൊക്കെ തന്നെയല്ലേ? 10-20 കൊല്ലമൊക്കെ ഇരുന്നില്ല പാപ്പാന്റെയും ഉമ്മാന്റെയും കൂടെ. അങ്ങനെയൊക്കെ തന്നെ എല്ലാരും. നിനക്കിപ്പോ എത്ര വയസ്സായി? 20 അതോ അതിലും കൂടുവോ? എനിക്കിപ്പോ 23 വയസ്സായി ഉമ്മ. എന്നിട്ടാണ് ഇവിടെ ഓരോ പെൺകുട്ടികൾ 18-19 വയസ്സിലൊക്കെ കല്യാണം കഴിഞ്ഞു പോകണം. അതൊക്കെ വെച്ച് നോക്കുമ്പോ നിനക്ക് 3-4 കൊല്ലം അധികം കിട്ടിയില്ല അവന്റെ കൂടെ ഇരിക്കാന്. അതന്നെ വലിയ കാര്യം പറഞ്ഞിട്ടിരിക്കും. താത്താന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടില് ഉമ്മ, വാപ്പ, ഒരു ഇക്ക, ഒരു അനിയത്തി. ഇക്കാന്റെ കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട്. അനിയത്തി ഡിഗ്രിക്ക് പഠിക്കണം. ആ, നീ ഇരുന്ന അവിടെ എത്ര നേരം നിൽക്കും ഇങ്ങനെ? വേണ്ട, അത് സാരില്ല. ഇരുന്ന കുട്ടി നീ അവിടെ ഇരുന്നു പറഞ്ഞോടെ ഒന്നും സംഭവിക്കൊന്നുമില്ലേ? വീടും പരിസരമൊക്കെ ഇഷ്ടായോ? ആ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇവിടെയൊക്കെ ആയിട്ടൊന്ന് സെറ്റ് ആകാനുണ്ട്. ശരിയാവും കുറച്ചു ദിവസം കഴിയുമ്പോ. താത്ത എന്താ കാട്ടണ്? വാ ഇരിക്കി. ഇത് ഏതാ നിന്റെ കയ്യിലൊരു ചുരിദാറ്? ഇതാണ് ഇന്നലെ പോയപ്പോ എടുത്തത്? ഇത് ഞാൻ നിങ്ങളെ കാണിക്കട്ടെ പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണേ. എവിടെ നോക്കട്ടെ? എങ്ങനെയുണ്ട്, നന്നായിട്ടുണ്ടാ? നന്നായിട്ടുണ്ട്. നല്ല കളറ്. നിനക്കിത് നല്ല ചേർച്ച ഉണ്ടാവും കേട്ടോ. നീ ഇത് ഒന്നെന്നെ എടുത്തുള്ളൂ? അതന്നെ എടുത്തുള്ളൂ. കല്യാണത്തിന് എടുത്തതൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടേ ഇത് ഒന്നെന്നെ എടുത്തുള്ളൂ. എന്തായാലും നന്നായിട്ടുണ്ട്. ഇതിന്റെ ഈ വർക്കൊക്കെ ഇതൊക്കെ എനിക്ക് നല്ല പറ്റി. നല്ല രസമുണ്ട് കേട്ടോ. എന്നാലേ ഞാനിതൊന്നും ഉമ്മാക്കൊന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ട് വരാം. അത് വേണോ? എന്തേ? ഒന്നുമില്ല. എന്നാ നീ നടക്ക്, ഞാനും വരാം നിന്റെ കൂടെ. ആ, അയ്യേ, ഇത് എന്ത് കളറാ അത്? ഇതാപ്പൊ നീ ഇന്നലെ പോയി എടുത്തിട്ട് വന്നത്? നിനക്ക് വേറെ ഏത് കളറും കിട്ടിയില്ലേ? എന്താ കളറിന് ഒരു കുഴപ്പം? നന്നായിട്ടുണ്ടല്ലോ. കളറൊക്കെ നന്നായിട്ടുണ്ട്. പറഞ്ഞിട്ട് എന്താ കാര്യം? വിളിക്ക് ചേരണ്ടേ? ഇതൊക്കെ ഇത്തിരി നിറമുള്ളവർ ഇടുന്ന കളറാണ്. അല്ലാണ്ട് ഈ കളറൊക്കെ കറുത്തവർ ഇട്ടു പറഞ്ഞ എന്തിനാ നല്ലത്? ആ കറുത്ത കൂടെ ഒന്നും കൂടി കറുക്കുക ചെയ്യുള്ളൂ. നെയ്യൊക്കെ ഇട്ടു പറഞ്ഞ പിന്നെയും നന്നാവും. കാരണം നീ നിറവുണ്ടല്ലോ. കറുത്തവർക്കൊന്നും എല്ലാ കളറൊന്നും ചേരില്ലേ. നീ ഒരു കാര്യം ചെയ്യേ, ഇത് കൊണ്ടുപോയിട്ടേ മാറ്റി എടുത്തിട്ട് വായോ. എന്നിട്ട് നിന്റെ കളറിന് പറ്റിയ ഏതെങ്കിലും ഡ്രസ്സ് എടുത്തിട്ട് വായോ. ലവളിനെയും കൂട്ടിക്കോ പോകുമ്പോ. അതിനെന്തിനു നീ എന്നെ എങ്ങനെ നോക്കണത്? ഒന്ന് പോവളുടെ കൂടെ അവൾക്ക് ചേരുന്ന കളർ എടുത്തു കൊടുക്കാനല്ലേ. അല്ല നിന്നെയും കുറ്റം പറഞ്ഞ കാര്യമില്ല. ഒരുമാതിരി കളറൊന്നും ഇങ്ങനെയുള്ളവർക്ക് ചേരുമില്ല. അതും വേണ്ടേ പറയാൻ. ഉമ്മ പറയുന്നത് കേട്ടിട്ട് വിഷമായ നിനക്ക്? നീ അതൊന്നും കാര്യാക്കാൻ നിൽക്കണ്ട. അതിന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും ഒരു കാര്യം കിട്ടി പറഞ്ഞാൽ അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. നീ ആ ചുരിദാർ മാറ്റാൻ നിൽക്കൊന്നും വേണ്ട കേട്ടോ. നിനക്ക് നന്നായിട്ടുണ്ട് അത്. എന്നെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുന്ന സമയത്തേ ഇതുപോലെ കുറേ പഴി എടുത്തിട്ടുണ്ട്. ഇപ്പോഴൊന്ന് കമ്മിയായിരിക്കണത്. അതും ഞാൻ തിരിച്ചു പറയാൻ തുടങ്ങിയപ്പോ. ഇനി കുറച്ചു കാലം നിന്നെ ആയിരിക്കും പറയാ. അതൊന്നും നീ മെയിൻ ചെയ്യാൻ നിൽക്കണ്ട. നീ അതിന് പേടിക്കൊന്നും വേണ്ടേ. ഇതിനൊക്കെ പേടിക്കാൻ നിന്ന് പറഞ്ഞ പിന്നെ അതിനെ സമയം ഉണ്ടാവുള്ളൂ. നീ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പണിയുണ്ടെങ്കിൽ അത് ചെയ്യാൻ നോക്കിയാ. എന്നാ ഞാൻ പോയി തുടയ്ക്കാൻ നോക്കട്ടെ. ഇന്നലെയും തുടച്ചിട്ടില്ലല്ലോ ഇവിടെ.
ആ തുടയ്ക്കും വേണം, കുറേ തുണികളും ഉണ്ട് അവിടെ തിരുമ്പാൻ, അതൊക്കെ തിരുമ്പും വേണം. ഇന്ന് ഞാൻ തിരുമ്പ താത്ത അതൊക്കെ. ആ എന്നാ നീ തിരുമ്പിക്കോ, തുടക്കല് ഞാൻ തുടയ്ക്കാം. ആ ആ അല്ലെങ്കിൽ വേണ്ട, അതിൽ ഉമ്മാന്റെ സാരിയൊക്കെ ഉണ്ട് തോന്നുന്നു തിരുമ്പാന്. ഇനിയിപ്പൊ നീ തിരുമ്പിന്ന് പറഞ്ഞാലേ അതിൽ ചളിയൊന്നും പോയില്ല പറഞ്ഞിട്ട് പറഞ്ഞോണ്ട് നടക്കും ഇങ്ങനെ. എന്നെ പിന്നെ ഒന്നും പറയാൻ വരില്ല, കുറച്ച് പേടിയൊക്കെ ഉണ്ടേ. അതുകൊണ്ട് ഞാൻ തിരുമ്പാ, നീ പോയി തുടയ്ക്കാൻ നോക്കിക്കോ. അങ്ങനെയാണെങ്കിൽ ഞാൻ തുടച്ചവൾ ചളിയൊന്നും പോയിട്ടില്ല പറഞ്ഞിട്ട് അതിനും പറയില്ലേ. ആ അത് ശരിയാണല്ലോ, ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ആലോചിച്ചില്ല. അതിന് മേപ്പിട്ടും കീപ്പിട്ടും ഒഴിയാൻ പറ്റില്ല, അങ്ങനെ ഒരു സാധനമാണത്. അതൊന്നും കാര്യാക്കണ്ട, നീ ഇപ്പൊ പോയി തുടക്കി, പറയുമ്പോഴല്ലേ അപ്പൊ നമുക്ക് നോക്കാം. ഇരുണ്ട നിറം, 26 വയസ്സ്, ആദ്യത്തെ വിവാഹം, പാലക്കാട്. ഗവൺമെന്റ് ജോലിക്കാരിൽ നിന്നും വിവാഹാലോചനകൾ സ്വീകരിക്കുന്നു. കറുത്തവർക്കും ഗവൺമെന്റ് ജോലിക്കാരനെ മതി. കാലം പോയൊരു പോക്കേ. അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, അവള് കറുത്തിട്ടാണത്രേ. ആരെങ്കിലൊക്കെ ഒന്ന് വന്ന് കെട്ടിയിട്ട് പോട്ടെ എന്നല്ല, അപ്പൊ അവൾക്ക് ഗവൺമെന്റ് ജോലിക്കാരി തന്നെ വേണമെന്ന്. കിട്ടിയ തന്നെ. ഉമ്മയൊന്നും മിണ്ടാണ്ടിരിക്കുകയും, അവളുണ്ട് അപ്പുറത്തൊക്കെ കേട്ടിട്ട് വരും. കേക്കട്ടെ, കേൾക്കാൻ തന്നെ ഞാൻ പറഞ്ഞത്. ഉമ്മക്കത് കറുത്തവനൊരു ഇത്ര ദേഷ്യം? എനിക്ക് ഇത്തിരി ദേഷ്യം തന്നെയാണ്. എനിക്ക് ഈ കറുപ്പ് എന്ന് കേൾക്കുന്നതേ ഇഷ്ടമല്ല. എന്നിട്ടാണ് ഇന്നാൾ ഉമ്മാര് തലയിൽ 2 വെളുത്തുമുടി കണ്ടപ്പോ വേഗം പോയി ഡെയ്യ് അടിച്ചത്. ഡെയ്യ് എന്താ കറുപ്പല്ലേ? മതി നീ എന്നെ ഉപദേശിച്ചത്. നിനക്ക് അടുക്കളയിൽ വേറെ പണിയൊന്നുമില്ലേ? ആ ഉണ്ട്. എന്നാ അത് പോയി ചെയ്യാൻ നോക്ക്, എന്നെ ഉപദേശിക്കാണ്ട്. എവിടേക്കാ നീ തുണികളൊക്കെ ആയിട്ട്? ഞാൻ ടെറസിലേക്ക് തുണികൾ ഉണങ്ങാനിടാന്. അല്ലെങ്കിലേ നീ കന്നം കറിയുന്നതാണ്. ഞാൻ വെയിലും കൂടി കൊള്ളണ്ടുള്ളൂ, എന്നാ പിന്നെ നിന്നെ തൊട്ട് കണ്ണെഴുതാ. നീ ആ തുണികൾ അവിടെ വെക്ക്, എന്നിട്ട് ഉള്ളിലുള്ള എന്തെങ്കിലും പണികൾ ചെയ്യാൻ നോക്ക്. അപ്പൊ ഈ തുണികളൊക്കെ ആരാ ഉണങ്ങാനിടുക? ഞാനിടാ, എന്നാലും കുഴപ്പമില്ല. നീ അതൊക്കെ കൊണ്ടുപോയിട്ട് ഇടാൻ നിൽക്കണ്ട. ഡി, നിനക്ക് ഈ നിറം വെക്കാനുള്ള ക്രീമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് ഈ മുഖത്ത് തേക്കായിരുന്നില്ലേ? എന്തിന്? എന്നാലെങ്കിൽ ആ മുഖത്ത് ഇത്തിരി വെളിച്ചം വരട്ടെ. അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. നിനക്ക് ആവശ്യമില്ലെങ്കിലേ എനിക്ക് ആവശ്യമുണ്ട്. നിന്നെയൊക്കെ ഈ കോലത്തിൽ എന്റെ മരുമകളാവട്ട് നടക്കാനേ എനിക്ക് നല്ല ചമ്മലുണ്ട്. ചമ്മലുണ്ടെങ്കിൽ പിന്നെ എന്തിനു നിങ്ങൾ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സമ്മതിച്ച്? അതിന് ആര് സമ്മതിച്ച്? ഞാനോ? എന്നാ കേട്ടോ നീ, ഈ കല്യാണം മുടക്കാനേ ഞാൻ പഠിച്ച പണി 18 നോക്കിയതാ, അറിയോ? അവനൊരൊറ്റ ആള് കാരാണ് നിനക്ക് ഇവിടെ കയറാൻ പറ്റിയത്, അല്ലാണ്ട് ഞാൻ സമ്മതിച്ചിട്ടൊന്നല്ല. ഇക്കാക്ക് എന്നെ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ലെക്ക് എന്നെ കെട്ടിയത്. അതിനെന്താ നിനക്ക് ഇത്ര ദേഷ്യം വരാനുള്ളത്? നിന്റെ കളറ് പോലെ തന്നെ നിന്റെ സ്വഭാവവും. ആണെങ്കിൽ സഹിച്ചോളി. നിങ്ങളുടെയൊക്കെ വിചാരം എന്താ? വെളുത്തവരൊക്കെ എല്ലാം തികഞ്ഞവരും കറുത്തവരും ഒന്നിനും കൊള്ളാത്തവരാണെന്നാ? നിങ്ങളൊക്കെ ഏത് യൂണിവേഴ്സിലാണ് ജീവിക്കുന്നത്? ഞാൻ മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. എന്താ ഇവിടെ? എന്താണ്? ആന്ന്, ഞാൻ കുറെ ദിവസമായി കേൾക്കണു ഈ കളിയാക്കല്. ഉമ്മാക്കൊന്നും മിണ്ടാണ്ടിരുന്നൂടെ? നീ ഒന്ന് പോടി അവിടുന്ന്. നീ അവളുടെ സൈഡ് തന്നെയാണ്, അതൊക്കെ എനിക്കറിയാം. നീ എന്ത് കണ്ടിട്ട് ഈ കരിമിനെ സപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങൾ മര്യാദക്ക് സംസാരിച്ചോളി, ഇല്ലെങ്കിൽ നീ എന്താടി ചെയ്യ, എന്നെ മൂക്ക് കയറ്റുവോ? ഉമ്മ, നിങ്ങൾ നിങ്ങളുടെ വായി വെച്ചിട്ട് മിണ്ടാണ്ടിരുന്നോളി, അതാ നല്ലത്. നിങ്ങളൊന്ന് എന്റെ കൂടെ വരും ഇങ്ങട്, മതി ഇവിടെ നിന്നത്. നിന്നെ ഞാൻ ശരിയാക്കി തരാടി. ആ, നിങ്ങൾ പറ്റും പോലെയൊക്കെ ചെയ്തോളി. താത്ത, ഉമ്മ എവിടെ? അറിയില്ല, ഞാൻ കണ്ടില്ല. എന്തിനാണ്? ഒന്നുമില്ല, വെറുതെ ചോദിച്ചതാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ താത്താൻ്റെ അടുത്ത്? എന്താണ്? ഉമ്മ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ കല്യാണം മുടക്കം അമ്മ കുറേ നോക്കിയിട്ടുണ്ടെന്ന്, അതൊക്കെ സത്യ? അറിയില്ല, പക്ഷെ എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടോ ഒരിക്കൽ അങ്ങനെ. പറഞ്ഞിട്ടുണ്ടോ? എപ്പോ? ഇപ്പോഴൊന്നല്ലേ, ആ കല്യാണം കഴിഞ്ഞ പുതുക്കത്തില് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോ അതും പറഞ്ഞായിരുന്നു ഇങ്ങനെ. ഇനി നീ അതൊന്നും പോയി ചോദിക്കാൻ നിൽക്കൊന്നും വേണ്ട കേട്ടോ. ഇല്ല, ഞാൻ ചോദിക്കാനൊന്നും പോണില്ല, താത്ത പേടിക്കണ്ട. കല്യാണം കഴിയുന്നതിന് മുന്നൊന്നും എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോ ഓരോ കാര്യങ്ങൾ പറയുന്നതിന്റെ കൂടെ ഇതും പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് എന്റെ അനിയത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതായിരുന്നു താല്പര്യം, പക്ഷെ ഞാൻ അതിന് സമ്മതിക്കണ്ടേ? ഈ തള്ളന്റെ ഒക്കെ സ്വഭാവത്തിനെ ഞാൻ എന്റെ അനിയത്തിനെ ഈ കുഴി കൊണ്ടു ചാടിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ടോ? ഇവര് നിന്റെ അടുത്ത് നേരത്തെ പറഞ്ഞില്ലേ നിങ്ങളുടെ കല്യാണം മുടക്കാൻ കുറേ നോക്കിയിട്ടുണ്ട് എന്ന്, അതുപോലെ മുടക്കിയതാ ഞാൻ അതും. ഇതൊന്നും നീ അവരുടെ പോയി പറയാൻ നിൽക്കണ്ടാട്ടോ. താത്താക്ക് എന്താണ്, ഞാൻ ഇതൊക്കെ അതിൻ്റെ അടുത്ത് പോയി പറയാൻ തോന്നുന്നുണ്ടോ? അല്ല, നീ ഇത് അബദ്ധവശാൽ നിന്റെ വായിന്ന് വീഴണ്ടാ പറഞ്ഞിട്ട് പറഞ്ഞതാ. നീ നേരത്തെ ഒരു ഡോസ് കൊടുത്തത് നന്നായേ ഉള്ളൂ. ആന്ന്, എത്രയെന്ന് പറഞ്ഞ കേട്ടോണ്ടിരിക്കുക? കേൾക്കണേന് ഒരു പരിധിയില്ലേ? എപ്പൊ നോക്കിയാലും കോള് വെച്ചുകൊണ്ടുള്ള ഓരോ വർത്താനം. വന്നു കയറിയ ദിവസം മുതലേക്ക് കേൾക്കാൻ തുടങ്ങിയതാണ്. ഇവർക്കൊരു വിചാരം ഉണ്ടാവും, വന്നു കയറിയ മരുമക്കളുടെ വായിൽ വരുന്നത് എന്തും വിളിച്ചു പറയാന്ന്. ഞാനൊരു പരാതി കൊണ്ടേ കൊടുത്താലേ അടി കണ്ടി വരും ഇവര്. അതൊന്നും അറിയില്ലേണാവോ? അറിയില്ലെങ്കിൽ അറിയിച്ചു കൊടുക്കും ഞാന്.
ഇനി ഈ കളറിന്റെ പേരും പറഞ്ഞിട്ട് അവര് എന്നെ എന്തെങ്കിലും പറയാൻ വരട്ടെ, അപ്പോഴല്ലേ ഞാൻ കാണിച്ചു കൊടുക്കാം. അല്ലാ, ഈ പെണ്ണ് എനിക്ക് പണി തരുമോ? അല്ലെങ്കിൽ എനിക്ക് എന്തിന്റെ കേടായിരുന്നു? വായി വെച്ച് മിണ്ടാണ്ടിരുന്നാ മതിയായിരുന്നു. അവനിക്കില്ലാത്ത പ്രശ്നം എനിക്ക് എന്തിനാ? അവനല്ലേ കെട്ടിയിരിക്കുന്നത്. അതോ ഞാനിനി ഒന്നും പറയാൻ പോണില്ല. വെറുതെ എന്തിനാ ഞാൻ എന്റെ തടി കേടാക്കണ്?